തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. കുന്നത്തുകാലിൽ നീന്തൽ കുളത്തിൽ വീണ് 12 വയസ്സുകാരന് ദാരുണാന്ത്യം. ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസാണ് മരിച്ചത്. സഹോദരനും സുഹൃത്തിനുമൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, പറയൂ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. 12 വയസ്സുകാരനായ നിയാസാണ് രാവിലെ ഈ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മരണപ്പെട്ടത്. ഷമീന ഷാജി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ ഫയാസ്, സുഹൃത്ത് അബി എന്നിവർക്കൊപ്പം രാവിലെ ഈ കുന്നത്തുകാലിന് സമീപം തന്നെയുള്ള ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. പുനംകുടി കുളം എന്ന കുളത്തിലാണ് ഇവർ കുളിക്കാനിറങ്ങിയത്. ആ കുളം നവീകരിച്ചിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ആക്കിയിരുന്നു. അപ്പോൾ അവിടെ ഈ കുട്ടികൾ പതിവായി ഇത്തരത്തിൽ കുളിക്കാൻ എത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ അപകട സൂചനകൾ ഒന്നും ഇല്ലായിരുന്നു അവിടെ. ഈ കുട്ടികൾ രാവിലെ അവിടെ എത്തി കുളിക്കുകയും ഈ കുട്ടി വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവർ നിലവിളിച്ച് നാട്ടുകാർ എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തി കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഈ കുളം നവീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ അപകട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ചെളിയൊന്നും പൂർണ്ണ തോതിൽ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അതാണ് ഈ അപകടം വർദ്ധിക്കാൻ കാരണം. ഇതിനു മുൻപും കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി കുട്ടികൾ കുളിക്കാനെത്തിയപ്പോൾ അപകടത്തിൽപ്പെടുകയും നാട്ടുകാരെത്തി രക്ഷിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നാട്ടുകാരെത്തി കുട്ടിയെ രക്ഷിച്ചുവെങ്കിലും ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശരി ചന്തു.